വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയോര മേഖലയിൽ കനത്ത ചൂട്. വണ്ടൂരിൽ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്ക് സൂര്യാഘാതമേറ്റു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷണം. സംഭവത്തിൽ ക്ഷേത്രത്തിലെ പകരം ശാന്തിക്കാരൻ അറസ്റ്റിൽ. കളിച്ചുകൊണ്ടിരിക്കെ അലുമിനിയം ചെമ്പിൽ അകപ്പെട്ട 4 വയസ്സുകാരന് രക്ഷകരായി ഫയർഫോഴ്സ്. മൂർക്കനാടാണ് 4 വയസ്സുകാരൻ അലുമിനിയം ചെമ്പിൽ അകപ്പെട്ടത്. തിരുവാലിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചുമാറ്റി രക്ഷപ്പെടുത്തി. വേദന എന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്ന് അങ്ങോട്ട് ഇങ്ങനെ ഉരുള, നമ്മളെ തീപ്പൊള്ളലേറ്റ പോലെ തന്നെയാണ്. കത്തുന്ന ചൂടാണ് നാട്ടിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യാഘാതം ഏൽക്കുന്ന സംഭവങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. വണ്ടൂരിൽ നിന്നുമാണ് ഇപ്പോൾ ഒരു പുതിയ സൂര്യാഘാതമേറ്റ വാർത്ത വരുന്നത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്കാണ് സൂര്യാഘാതമേറ്റതായി ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്. വണ്ടൂരിലെ വടക്കേ പറമ്പിൽ സൗമ്യയുടെ മകൾ ഐസ ജോണിനാണ് പൊള്ളലേറ്റത്. വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം കുട്ടിക്ക് ശരീരത്തിൽ കഠിനമായി നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് സൂര്യതാപമാണ് ഏറ്റതെന്ന് സ്ഥിരീകരിച്ചത്. വയറിലും തലയുടെ പിൻഭാഗത്തുമായാണ് പൊള്ളലേറ്റിരിക്കുന്നത്. കുട്ടി മുറ്റത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ വെയിലായത് തന്നെ ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞു. അതിലകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഇങ്ങനെ വേദന എന്ന് പറഞ്ഞപ്പോ നോക്കിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഇത് വെയിൽ കൊണ്ടിരുന്നോന്ന് ചോദിച്ചു. ഡോക്ടർ അപ്പൊ പറഞ്ഞ വെയിലത്ത് കളിക്കായിരുന്നു. അപ്പൊ എന്നാ വെയിലിൻ്റെതാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത്. അങ്ങനെയാണ് സൂര്യാഘാതമാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. കുട്ടിക്ക് ചെറുതായിട്ട് വേദന, ഡ്രസ്സ് ഇടാനൊന്നും പറ്റൂല. ഡ്രസ്സ് ഇടുമ്പോൾ പൊട്ടിപ്പിടിച്ചിട്ട് ഇതാവണം. അപ്പൊ ഇത് പൊട്ടുകയും ചെയ്തു. വലിയ കുമിളായിരുന്നു. അപ്പൊ അത് പൊട്ടുകയും ചെയ്തു. അപ്പൊ ഡ്രസ്സ് ഇടുമ്പോ അത് ഒട്ടിപ്പിടിച്ചിട്ട് ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കും. വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഭയങ്കര നീറ്റലാണ് കുട്ടിക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്ന് അങ്ങോട്ട് ഇങ്ങനെ ഉരുള, നമ്മളെ തീപ്പൊള്ളലേറ്റ പോലെ തന്നെയാണ്.
ഒരു നീറ്റിലുണ്ടാവുമല്ലോ നമുക്ക് പൊള്ളുന്ന ടൈമിന്, അതേപോലെയാണ് കരച്ചിലും കാര്യങ്ങളൊക്കെ. കനത്ത വെയിലിൽ സൂര്യാഘാതത്തെ ചെറുക്കുന്നതിന് വേണ്ടി കൂടുതൽ മുൻകരുതലുകൾ കുട്ടികളും മുതിർന്നവരും സ്വീകരിക്കണമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിൽ ശാന്തിക്കാരൻ അറസ്റ്റിൽ. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് മഹാദേവ ക്ഷേത്രത്തിൽ 1 ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന 450 ഗ്രാം തൂക്കം വരുന്ന വെള്ളി നിലവിളക്ക് മോഷ്ടിച്ച സംഭവത്തിലാണ് ശാന്തിക്കാരനായ ചുങ്കത്തറ അണ്ടിക്കുന്ന് സ്വദേശി ആത്തൂർ വീട്ടിൽ അതുൽ കൃഷ്ണ എന്ന 21-കാരനെ നിലമ്പൂർ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മാർച്ച് 29-നാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് നട തുറന്ന ഈ ദിവസം അവധിയെടുത്ത സ്ഥിരം ശാന്തിക്കാരന് പകരമായി അതുൽ കൃഷ്ണയാണ് പൂജയ്ക്ക് എത്തിയത്. ഈ സമയമാണ് നിലവിളക്ക് മോഷ്ടിച്ചത്. ഇത് കോഴിക്കോട് പാളയത്തെ ഒരു ജ്വല്ലറിയിൽ 1 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയും നടത്തി. പോലീസ് ജ്വല്ലറിയിലെത്തി നടത്തിയ പരിശോധനയിൽ പ്രതി നിലവിളക്ക് വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമായാണ് ഇയാൾ കൊമ്പൻകല്ല് ക്ഷേത്രത്തിൽ പകരം ശാന്തിക്കായി എത്തിയിരുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അകമ്പാടത്തെ തന്നെ പൊക്കോടുള്ള കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കെത്തിയപ്പോൾ ഭഗവാന്റെ സ്വർണ്ണപ്പൊട്ട് മോഷ്ടിച്ച സംഭവത്തിൽ ഭരണസമിതി ഇയാളെ കയ്യോടെ പൊക്കിയിരുന്നു. 16,000 രൂപയ്ക്ക് നിലമ്പൂരിലെ ജ്വല്ലറിയിൽ ഇത് വിറ്റതായാണ് ഭരണസമിതി കണ്ടെത്തിയിരുന്നത്. ഈ സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷണത്തിലും തുമ്പായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ബൈക്കിൽ ഇന്ധനം നിറച്ചതിന്റെ പണം ചോദിച്ചതിന് പമ്പ് ജീവനക്കാരിക്ക് നേരെ യുവാവിന്റെ ക്രൂരമായ മർദ്ദനം. എടക്കര പാലേമാട് പമ്പിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഈ അക്രമ സംഭവം അരങ്ങേറിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പമ്പിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ധനം നിറച്ചതിന്റെ പണം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് യുവാവ് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരിയായ പാലേമാട് സ്വദേശി റോസമ്മയ്ക്ക് നേരെ അക്രമം നടത്തിയത്. ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തന്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് നേരെ രൂക്ഷമായ രീതിയിലാണ് ഇയാൾ അക്രമം അഴിച്ചുവിട്ടത്. ഇതിനെ പ്രതിരോധിക്കുവാൻ റോസമ്മ ശ്രമിക്കുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെയൊരു ആക്രമണം ആ സ്ത്രീക്ക് നേരെ, ജീവനക്കാരിക്ക് നേരെ ഉണ്ടായത്. സംഭവത്തിൽ ഇപ്പോൾ വഴിക്കടവ് സ്വദേശി ജാബിർ എന്നയാൾക്കെതിരെ എടക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ നടന്നു വരികയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായ തോതിൽ പ്രചരിച്ചതോടുകൂടി പോലീസ് ഇപ്പോൾ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വഴിക്കടവ് സ്വദേശി ജാബിർ എന്നയാളാണ് ഈ പമ്പ് ജീവനക്കാരിയായ പാലേമാട് സ്വദേശി റോസമ്മയെ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. റോസമ്മ ഇപ്പോൾ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്തവർക്കെതിരെ വനിതകളുടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്. അതിൽ 33% വനിതകൾ വരുമ്പോൾ ഏതാണ്ട് 280 വനിതാ MP-മാർ, അതെല്ലാം BJP-കാരല്ലല്ലോ ജയിച്ചു വരിക. അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ജനാധിപത്യമല്ലേ, ജനങ്ങളുടെ വോട്ട് കിട്ടി ആരാണോ ജയിക്കുന്നത് അവരാണല്ലോ വരിക. അപ്പം അതിൽ ആര് വന്നാലും ശരി 850 പാർലമെന്റ് അംഗങ്ങൾ വരുമ്പോൾ അതിൽ 280-നടുത്ത് 273-നും 280-നും ഇടയിലുള്ള ഒരു സംഖ്യ വനിതകൾക്ക്, വനിതാ MP-മാർ നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാകുമായിരുന്നു. ആ ഒരു പ്രാതിനിധ്യത്തെയാണ് തികച്ചും രാഷ്ട്രീയമായ ചില
സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ രാജ്യത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തികച്ചും സ്ത്രീ വിരുദ്ധതയാണ്. സ്ത്രീകൾ അടുക്കളയിൽ തന്നെ ഇരിക്കട്ടെ, അതിലേക്ക് വരണ്ട എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഇതിനെ പരാജയപ്പെടുത്തിയത് എന്ന് മാത്രമാണ് ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി സ്ത്രീവിരുദ്ധ കൂട്ടായ്മയായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീവിരുദ്ധ കൂട്ടായ്മയായി മാറിയ കോൺഗ്രസ്, CPM അടക്കമുള്ളവർക്കെതിരെ ബഹുമുഖ പ്രചരണ പരിപാടികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ല അതിനിടയിൽ KC വേണുഗോപാൽ 50% സീറ്റ് സംവരണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജി പാർലമെന്റിൽ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ നിങ്ങൾ ഈ നിയമം പാസ്സാക്കാൻ അനുകൂലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മുണ്ടാട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കാലങ്ങളായി പാരമ്പര്യമായി കോൺഗ്രസ് നേതൃത്വം അവർ ഭരിക്കുന്ന കാലത്ത് പോലും 33% എന്ന ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന സംവരണ സംവിധാനം നിലനിർത്തുവാനോ കൊണ്ടുവരാനോ അവർ തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനത്തിൽ മഹിളാ മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുനിത ചന്ദ്രശേഖരൻ, സെക്രട്ടറി ജിംഷ ശിവദാസ്, K സതീദേവി, ഗിരീഷ് പൈക്കാടൻ എന്നിവർ പങ്കെടുത്തു. കളിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ അലുമിനിയം കലത്തിൽ കുടുങ്ങിയ 4 വയസ്സുകാരന് രക്ഷകരായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. മൂർക്കനാടാണ് സംഭവം. കളിച്ചുകൊണ്ടിരിക്കെയാണ് ഈ 4 വയസ്സുകാരൻ അബദ്ധത്തിൽ കലത്തിൽ അകപ്പെടുന്നത്. തിരുവാലിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാസേന അംഗങ്ങളാണ് ഈ കലം പൊളിച്ചെടുത്ത് കുട്ടിയെ രക്ഷിച്ചത്. മൂർക്കനാട് സ്വദേശി സാദിഖിന്റെ മകൻ യഹാൻ ആദമാണ് അപകടത്തിൽപ്പെട്ടത്. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കലം മുറിച്ചു മാറ്റിയാണ് കുട്ടിയെ സുരക്ഷിതമായി പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുക്കാൻ വീട്ടുകാർ ആവത് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതോടെയാണ് തിരുവാലി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. തിരുവാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം അതീവ ജാഗ്രതയോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുഞ്ഞിന് പരിക്കേൽക്കാത്ത വിധത്തിൽ ഹൈഡ്രോളിക് കട്ടറുകളും മറ്റു ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് കലം മുറിച്ചു മാറ്റി കുട്ടിയെ രക്ഷിച്ചത്. എന്താ പറ്റിയോ? വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ KSEB നടത്തുന്ന അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ കോൺഗ്രസ് രംഗത്ത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം, ജാഫർ പുലിയോടൻ, PK റജീബ്, K ഗോപിനാഥൻ, PT ഉസ്മാൻ, KR ബാബു, P നടരാജൻ, ഫ്രാൻസിസ് കാരിയാടി, PK മുഹമ്മദ് എന്നിവർ ഉപരോധ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്, കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാതെ വൈദ്യുതി നിയന്ത്രണം നടത്തുന്ന ഒരു നിലപാട് എല്ലാ ഭാഗങ്ങളും, സംസ്ഥാനം ഒട്ടാകെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. എന്നാൽ വഴിക്കടവ് പഞ്ചായത്തിന്റെ പലയിടത്തായിട്ട് എല്ലാ ഭാഗങ്ങളിലും വലിയ കുറച്ച് സമയം അധികം എടുത്തുകൊണ്ടുള്ള ലോഡ് ഷെഡിങ്, കറണ്ട് കട്ട് നടത്തുകയാണ്. അപ്പോൾ അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും
വ്യാപാരികൾക്കും എന്ന് വേണ്ട രോഗികൾക്കും എല്ലാവരും വലിയ പ്രയാസം ഇതുകൊണ്ട് അനുഭവിക്കുകയാണ്. ഏകദേശം മാസങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ തീരുമാനമെടുക്കണമെന്നും ഈ വൈദ്യുതി നിയന്ത്രണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വന്ന് വളരെ മാന്യമായി ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് അവരെ ഞങ്ങൾക്ക് അതിനുള്ള തീരുമാനം എടുത്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ സെനറ്ററി അസംബ്ലി വെള്ളിയാഴ്ച കുറ്റിയിൽ അൽ ഫുർഖാനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. സമസ്ത 100 പ്രകാശന വർഷങ്ങൾ എന്ന വിഷയത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VN ബാപ്പുട്ടി ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും. മാളിയേക്കൽ സുലൈമാൻ സഖാഫി വാർഷിക കർമ്മ പദ്ധതി അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ MKM ബഷീർ സഖാഫി, PM ഷറഫുദ്ദീൻ, VP മുസ്തഫ ഹാജി, ഹുസൈൻ ഭാഖഫി, ഉമ്മർ, TP നജീബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. സെന്റിനറി അസംബ്ലിയുടെ ഉദ്ഘാടന കർമ്മം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്ത കർമ്മ പദ്ധതികളുടെ വിഷയാവതരണം നടത്തി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാളിയേക്കൽ സുലൈമാൻ സഖാഫി, ജില്ലാ വൈസ് പ്രസിഡന്റ് VN ബാപ്പുട്ടി ദാരിമി എടക്കര തുടങ്ങിയവർ ക്ലാസ് എടുക്കും. വിവിധ സംഘടനാ പ്രതിനിധികളായി AP ബഷീർ മാസ്റ്റർ ചെല്ലക്കുടി, അബ്ദുൽ അസീസ് സഖാഫി എലമ്പ്ര, ലത്തീഫ് സഖാഫി പാണ്ടിക്കാട്, മുജീബുർ റഹ്മാൻ സഖാഫി മാളിയേക്കൽ, സയ്യിദ് തസ്നീം തങ്ങൾ മാളിയേക്കൽ, അബ്ദുള്ള ബാക്കവി വണ്ടൂർ, മൊഹീദ്ദീൻകുട്ടി സഖാഫി കൂരാട് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയിൽ കനത്ത ചൂട്. വണ്ടൂരിൽ വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്ക് സൂര്യാഘാതമേറ്റു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ പണപ്പൊയിൽ കൊമ്പൻകല്ല് ക്ഷേത്രത്തിലെ വെള്ളി നിലവിളക്ക് മോഷണം. സംഭവത്തിൽ ക്ഷേത്രത്തിലെ പകരം ശാന്തിക്കാരൻ അറസ്റ്റിൽ. കളിച്ചുകൊണ്ടിരിക്കെ അലുമിനിയം ചെമ്പിൽ അകപ്പെട്ട 4 വയസ്സുകാരന് രക്ഷകരായി ഫയർഫോഴ്സ്. മൂർക്കനാടാണ് 4 വയസ്സുകാരൻ അലുമിനിയം ചെമ്പിൽ അകപ്പെട്ടത്. തിരുവാലിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചുമാറ്റി രക്ഷപ്പെടുത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.